നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് കിടക്കാം. അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. പക്ഷെ അതിന് മുൻപ് വന്നല്ലോ വനമാല. നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരത്തേക്ക് അവിടെ പോയി ഒന്നിരിക്കോ. എന്താ ഒന്നിരിക്കോ? ഇരിക്കണോ? ആയിരിക്കണം. നിങ്ങൾ ഇവിടെ നിന്ന് ചിലപ്പോ എനിക്ക് തെറ്റിപ്പോവും. അതുകൊണ്ടാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്താണോ മനസ്സിലായായിരുന്നോ? അറിയാ സുമ. അത് പണ്ട്. ഇപ്പൊ ഫിലിം ഡയറക്ടർ സുമ. പാട്ട് നിർത്തിയോ? അത് നടക്കൂല. ഞാൻ സത്യം പറഞ്ഞ എന്താ വിചാരിച്ചെന്ന് പറയട്ടെ. ഇവിടെ നേരത്തെ കുറച്ച് കറണ്ട് പോയിരുന്നു, കുറച്ച് നേരത്തെ. അപ്പൊ ലൈൻമാൻ വന്നതാണോ? അതെ അതെ അതെ. ഇത് അങ്ങനെയാണ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ വേഷപ്രച്ഛന്നതായിക്കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അതൊരു ഫിലിം ഡയറക്ടറേറ്റ് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ വന്ന നമ്മുടെ ഈ സർക്കാർ, കേരള സർക്കാർ സ്ത്രീ സംവിധായകർക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട് സിനിമ ചെയ്യാനായിട്ട്, അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്റെ സ്ക്രിപ്റ്റ് ഒക്കെ അയച്ചു കൊടുത്തു. എന്തായാലും എനിക്ക് കിട്ടും, അത് ഉറപ്പാണ്. നല്ല കിടില സ്ക്രിപ്റ്റ് ആണുള്ളത് കയ്യില്. അപ്പൊ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ സിനിമയിലെ നായിക എന്ന് പറയുന്നത് അതീവ സുന്ദരിയും പാട്ടുകാരിയുമാണ്. നമ്മുടെ ഈ ഷോയുടെ ഡയറക്ടറുമായിട്ട് ഞാൻ ഇതൊന്ന് ഡിസ്കസ് ചെയ്തു. അപ്പൊ സാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ നിലവില് ഏറ്റവും സുന്ദരിമാരും ഏറ്റവും നല്ല സുന്ദരികളും പാട്ടുകാരും ഉള്ളത് നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ ഫ്ലോറിലാണുള്ളത്. അത് കറക്റ്റ്. സാർ പറഞ്ഞപ്പോ പക്ഷെ ഞാൻ അങ്ങനെ അത്ര വിശ്വാസം പോരായിരുന്നു എനിക്ക്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോ ഉണ്ടല്ലോ, സുന്ദരിമാരെ തട്ടി നടക്കാൻ വയ്യ എനിക്ക്. എന്റെ ഈ പടത്തിന് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. എനിക്ക് വല്ല ചാൻസ്? അയ്യോ ഇല്ല ഇല്ല സാർ, അങ്ങനെയല്ല. ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ സാറ് പറയുന്നത് സാറിന് തന്നെ പാട്ട് പാടാനുള്ള കുട്ടികളെ സെലക്ട് ചെയ്യണമെന്നാണ്. സാർ ഓഡീഷൻ നടത്തിയ സാറ് സെലക്ട് ചെയ്യും. ശരി. എന്തോ അങ്ങനെ വിളിച്ചോളൂ. അതെ. അപ്പൊ ഞാന് നമ്മുടെ പ്രശസ്തനായ മ്യൂസിക്കൽ ഡയറക്ടർ വേണാട് വേണു സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പോതുമീ മണിനേടുകൾ, മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കും സുന്ദരി. സ്വാഗതം പോതുമീ മലർമേടുകൾ, മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കും സുന്ദരി. സ്വാഗതം സ്വാഗതം. ഇതാണ് വേണാട് വേണു സാറ്. സാറാണ് ഇന്നിവിടെ നിങ്ങളെ ഓഡിഷൻ ചെയ്ത് എന്റെ സിനിമയിലേക്കുള്ള ഒരു സിംഗറിനെയും ഒരു ആക്ടറിനെയും തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോ എനിക്ക് കുറച്ച് പ്രതിഭകളെ എനിക്ക് തിരഞ്ഞെടുക്കണം. അത് മാത്രമല്ല പ്രതിമകളെയോ? അല്ല പ്രതിഭകളല്ല, പ്രതിഭകളെ. അതെ പ്രതിഭകളെ എനിക്ക് തിരഞ്ഞെടുക്കണം. അപ്പോ ഈ കുഞ്ഞിന് സിനിമ ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടുമ്പോ എന്നെ പോലൊരു വ്യക്തി ഇവിടെ വന്നിട്ട് ആ ഒരു സഹായം ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കണക്കാക്കി ഞാൻ വന്നതാണ്. പിന്നെ ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ സാറിന് ഒരു അപ്ഡേഷൻ വേണം നമുക്ക്. അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഞാനും ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പൊ ഞങ്ങൾ അത് കണക്കാക്കി ഞങ്ങൾ ഇട്ടില്ല. കാരണം അഥവാ കുറച്ചധികം വന്നാൽ വേറെ ആർക്കും കൊടുക്കും, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ചൂടാക്കി കഴിക്കുമെന്നാണ് ഇപ്പൊ ഈ പറയുന്നത്. എന്തോന്ന് ഇപ്പൊ പറഞ്ഞ ഫുഡിങ് എന്താണ് അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ? സാറേ, സാറിന്റെ പാട്ടുകൾക്ക് ഒരു പുതുമ വേണോന്ന് എന്റെ സിനിമയില്. ആരും സംസാരിക്കരുത്. എന്നെ പോലെ ഒരു പ്രശസ്തനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ഇവിടെ വിളിച്ചിട്ട് ഈ ഇത്തരം 10-15 ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് പുതുമയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞാൻ അമിതാഭ് ബച്ചന്റെ പാട്ട് ചെയ്യാനുള്ള ഞാനാണ്. അപ്പൊ ഇത് പുറമെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് സമാനം പറയും? ഇവർക്കൊക്കെ അവസരം കൊടുക്കാനുള്ളതാ. അപ്പൊ എന്നെ എങ്ങനെ ഇൻസൾട്ട് ചെയ്ത് എനിക്കറിയണം. എനിക്ക് എന്തുകൊണ്ട് പുതുമയില്ല? സാർ അങ്ങനെയല്ല, ഞാൻ സാറിന് എന്റെ സിനിമയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പാട്ടുകൾ ഞാൻ നോക്കി വെച്ചിരുന്ന, റെഫറൻസ് എടുത്ത് വെച്ചിരുന്ന വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ അയച്ചു കൊടുത്തായിരുന്നു. എനിക്ക് അയച്ചു തന്ന ലിസ്റ്റ് അയച്ചു കൊടുത്ത സാർ ഒരു വിധത്തിൽ സമ്മതിക്കൂല. അതൊന്നും വ്യത്യസ്ത ഇല്ല, അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല. നിങ്ങൾ പറയുന്ന പോലെ വെറൈറ്റി അല്ലെന്നാണ് സാർ പറയുന്നത്. സാർ, എനിക്ക് ഒരു പാട്ടിൽ മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പാട്ടുകൾ അയച്ചു. പക്ഷെ ആ പാട്ടുകളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്യാൻ പറ്റാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുമ വേണം. ആ പാട്ട് മറ്റു പല പാട്ടുമായിട്ട് സാമ്യമുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടു. അപ്പൊ ഞാൻ ചെയ്യുമ്പോ എന്നെ പോലെ ഒരു വ്യക്തി ചെയ്യുമ്പോ തന്നെ ഒരു പുതുമ വേണ്ടേ? അത് പാടിയതൊന്ന് പാടിക്കാൻ ഞാൻ കപ്പിച്ചുതരാം. ഞാൻ പാടട്ടെ സാറേ? അല്ല, അത് അവർക്കേ. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നില്ല, അതിപ്പോ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടെന്നല്ലേ പറയുന്നത്. അപ്പൊ അത് അവര് പറയട്ടെ. ഞാൻ ലിസ്റ്റിൽ ആദ്യത്തെ പാട്ട് പാടട്ടെ? ഒരു വെള്ളം കൊണ്ടോടെ. ഞാൻ ലിസ്റ്റിലെ ആദ്യത്തെ പാട്ട് പാടട്ടെ? പാടിക്കോ. അഴകേ അഴകേ നനു നനു വീഴും മഴയേ, എരിതീ ചെടിയായി വളരണമേയഗോവേ, എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ നീ ജീവിതമാ സീനായ് മാമലയിൽ എരിതീ ചെടിയായി
വളരണമേ യഹോവേ അഴകേ അഴകേ. എന്താ? ഈ കളിമണ്ണുള്ള തലയെ കയറുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കി. ഇതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ചെയ്യാത്തത്. ഞാൻ വേറെ പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കോ? എന്നെ പോലെ ഒരു പ്രസിദ്ധ മ്യൂസിക് ഡയറക്ടർ. അടുത്ത പാട്. ഞാൻ രണ്ടാമത്തത് പാടട്ടോ. പാടിക്കോ. ബാലേട്ട ബാലേട്ട ഹേ 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 ബാലേട്ട 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 ബാലേട്ട. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയം. ബാലേട്ട ബാലേട്ട ഹേ 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 ബാലേട്ട 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 ബാലേട്ട. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയം. യു അടുത്ത പാട്. അടാ ആൾത്തോട്ട ഭൂപതിയെ നാനടാ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. അമ്പ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. ആ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. പമ്പ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. കോപ്പിറൈറ്റ് അടിച്ചോണ്ട് പോകും, മിണ്ടാതിരി. സാറ് പറഞ്ഞ ഇത്ര നേരം പറഞ്ഞതൊക്കെ ശരി തന്നെ. ഇപ്പൊ എന്റെ സിനിമയിൽ ഒരു സെന്റിമെന്റൽ സീനുണ്ട്. ആ സീനിലത്തേക്ക് ഒരു പാട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് പക്ഷെ അതിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാഭവൻ മണിച്ചേട്ട പാടിയ പാട്ടാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മള് കേട്ട കരയും. അതുപോലെ ഒരു പാട്ട് വേണം എനിക്ക്. അതാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം കൂടുതൽ. പക്ഷെ വെറൈറ്റി ആയിരിക്കണം. തീർച്ചയായിട്ടും. പാടുതാ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി. തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഗജലം തരുമോ ദാഗജലം തരുമോ മിന്നാമിനുങ്ങേ. ഇനി ഞാൻ പാടണോ? ഇതുപോലത്തെ പാട്ടുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബോളിവുഡിലും കോളിവുഡിലൊക്കെ പ്രശസ്തനായിട്ട് ഒരു മ്യൂസിക് ഡയറക്ടറിന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു മാറിയത്. അപ്പൊ ഇത് ഈ ഞാൻ തന്ന റെഫറൻസിനെക്കാളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. അടിപൊളിയായിട്ട് ഞാൻ ചെയ്യും. അതായത് ഞാൻ ആരെ കയ്യിൽ നിന്നും എടുക്കാതെ, ഒരു വരി ആരെയൊന്നും എടുക്കാതെ, ഒരു ഭാഷയിൽ നിന്ന് എടുക്കാതെ, ഒരു മ്യൂസിക്കിൽ നിന്ന് എടുക്കാതെ ഞാൻ തന്നെ സ്വന്തമായിട്ട് എഴുതി പിന്നെ മ്യൂസിക് ചെയ്ത് പാടിയ ഒരു പാട്ടുണ്ട്. ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരു പാട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്തോ? അത് ഞാൻ കോപ്പിയല്ല. ആ പാട്ട് കോപ്പിയല്ല. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഒരു 4 വരി വേണമെങ്കിൽ കേൾപ്പിച്ചുതരാം. മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മെര സോപ്പ് പെട്ടി. മറിയേരം മേരാട്ടുകുട്ടി മണി എന്റെ മെര സോപ്പ് പെട്ടി. പാട്ടുപെട്ടി വട്ടപ്പെട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി. സിസിലി കുട്ടിരെ തേപ്പ് പെട്ടി പാട്ടി തല്ലര മുറുക്കാൻ പറ്റി. സിസിലി കുട്ടിരെ തേപ്പ് പെട്ടി പാട്ടി തല്ലര മുറുക്കാൻ പറ്റി. ഇത് ഫ്രഷ് ആണ്. കാരണം ഞാൻ ആരെയൊന്നും മ്യൂസിക് ഒന്നും എടുത്തിട്ടുള്ളത്. മണ്ണാർകുടി കലക്കലക്ക മധുര ജില്ല മണമണക്ക ആണ്ടിപ്പട്ടി സിലുസിലുക്ക അരസംപട്ടി ഗമഗമക്ക തേനിയെല്ലാം തക തകക്ക വീരപാണ്ഡി കിറുകിറുക്ക. എന്തോ സാറേ? അല്ല, അത് ചില സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? അതങ്ങനെ ഇത് വരിയൊക്കെ എഴുതി പറഞ്ഞ സമയത്ത് ചെറിയ സാമ്യമൊക്കെ ഉണ്ടാവും. ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അല്ല, അത് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ ഭർത്താവല്ലേ? ഏത് ഭർത്താവ്? ഇല്ല, ഇത് വേണാട് വേണു സാറ്. പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ വേണാട് വേണു. നിങ്ങൾ ഇങ്ങനെ ഈ വേഷം കെട്ടി വരുന്നതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ ഭാര്യ ഭർത്താവെന്ന് ഞങ്ങൾക്കറിയാം. അല്ല, ഇങ്ങനെയാണ് പറഞ്ഞത്. എന്തോന്ന് പറഞ്ഞത്? നീയല്ലേ പറഞ്ഞത്? നിങ്ങളല്ലേ പറഞ്ഞത്? നീയല്ലേ പറഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാലോ എന്ന് പറഞ്ഞത്. ഈ പാട്ടെല്ലാം രാത്രി തന്നെ എല്ലാവരും പഠിപ്പിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞു ഒരു ഉണ്ണി ഇവിടെ വെക്ക. ആ ഉണ്ണി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇവർക്ക് മനസ്സിലാവുമായിരുന്നു. അതെ ചേട്ടാ, വന്നപ്പോ ഒരു പാട്ട് പാടിയില്ലേ? അത് കൊള്ളായിരുന്നു കേട്ടോ. നല്ല പാട്ടായിരുന്നു. അത് വെച്ച് അത് ക്ലൈമാക്സിൽ അടിച്ചാൽ മതിയായിരുന്നു. സ്വാഗതം സ്വാഗതം. അതിന് ഭയങ്കര ഇഷ്ടം. അതൊന്നും കൂടി ഒന്ന് സ്വാഗതം പറഞ്ഞൊന്ന് പോയി നോക്കിയാ ചിലപ്പോ റിട്ടേൺ വന്ന പോലെ തന്നെ ഒന്ന് പോയി നോക്കിയല്ലേ. ആ, സ്വാഗതം തിരിഞ്ഞടന്നോളൂ. പോതുമേ മലർമേടുകൾ മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കും സുന്ദരി. സ്വാഗതം പോതുമേ മലർമേടുകൾ. ഹാർമോണിയം എടുക്കുന്നില്ലേ? മന്ദഹാസമണിഞ്ഞു നിങ്ങളെ സ്വന്തമാക്കും. ഈ പാട്ട് ആരുടെയാണെന്നറിയോ? പാട്ട് ഈ പാട്ടാ? അതിനൊരു കഥയുണ്ട്. ഞാൻ എഴുതിയതാണ്. എല്ലാത്തിനും കഥയുണ്ട്. ഞാൻ എഴുതി പാട്ടെല്ലാം എഴുതി എല്ലാം സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പൊ എഴുതിയതിന്റെ ആ ഒരു ക്ഷീണം കൊണ്ട് ഒന്ന് കിടന്നുറങ്ങി നേരം വെളുത്ത് നോക്കിയപ്പോ ഈ വരിയില്ല എഴുത്തുമില്ല. നോക്കിയപ്പോ ഫെബ്രുവരിയില്ല, ജനുവരിയാ, മാർച്ചിലാ ഒരു ഓർമ്മയെന്നും പറഞ്ഞ് ഒരാളിനെ കൊണ്ട് സിനിമ ചെയ്തിച്ച് ഇറക്കി. ആ പടം ഹിറ്റ്. നോക്കി വന്നപ്പോ ഞാൻ അതിനകത്തില്ല. ഇല്ല. അല്ല, ആരുടെ പേരാ വന്നത് പുറത്ത്? തങ്കച്ചനാണ് എഴുതിയത്. ശരിക്കും പുറത്തു വന്നത് എന്ത് പേരില്ല? അതുപോലെ ഒരു അച്ഛന്റെ പേരിന്റെ എൻഡ് വരും. അവിടെ ഒരു അച്ഛനുണ്ട്, ഒരു ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു സാറ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പോട്ടെ.
ഓക്കെ എന്നാ വാ, പോവാം. ചിലപ്പം അല്ല എന്നൊക്കെ കുറച്ച് കഥകളൊക്കെ പറയും. അല്ല വിശ്വസിക്കരുത്, ഞാനാണത് ചെയ്തത്. എന്നാ ശരി പോട്ടാ പോണേ. ഓക്കെ സാർ. ബായ്. ഓക്കെ ബൈ.